ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊക്കെ. അതെനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഹസ്ബൻഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് തിരക്കൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് കേട്ടോ പോണത്. അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എന്നായി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ ലാഗാകും. ഒന്നാമത്തെ കാര്യം, അപ്ലോഡ് ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്, ഷോർട്സ് ഇടണ പോലെ അല്ലല്ലോ അങ്ങനെ. അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്, ആകെ വിരത്തൊലിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കുകയാണ് കേട്ടോ, ഞാൻ തന്നെ കണ്ടു നോക്കുകയാണ്. അപ്പോൾ നല്ല ബ്രൈറ്റ്നെസ് തോന്നും, നല്ല ഫിൽറ്റർ ഇട്ടിട്ട് നല്ല കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവണ്ട. അതിന് എൻ്റെ ഫോണിൽ അങ്ങനെ ഫോൺ എൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല, അത് കണ്ടവർക്ക് അങ്ങനെ ഉണ്ടോയെന്നും അറിയില്ല. കാരണം നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് നിൽക്കുക. അതെന്താ എനിക്കിങ്ങനെ പറഞ്ഞതിൻ്റെ എനിക്ക് അറിയണില്ല, പക്ഷെ അതെന്താണെന്നൊന്നും അറിയണില്ല. അപ്പം ഞാനിപ്പോൾ അതിന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. മറ്റേത് ഞാൻ ഒരു കുഴപ്പമുണ്ടായില്ല, എടുക്കുമ്പോഴും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യുമ്പോഴും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തപ്പോഴും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്ലോഡ് ആയി കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതെന്താണെന്നാവും, അങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഇപ്പം ഞാൻ സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരികയെന്നൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളും എല്ലാതും റെഡിയാക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത് കാറിലേക്ക് എടുത്താണ് ഒരു 5 മിനിറ്റത്തേക്ക് കാറിലൊക്കെ പോവുകയാണെങ്കിൽ 5-10 മിനിറ്റ് കയറി പോയാൽ അത്രയ്ക്ക് ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയൊക്കെ വീഡിയോയിൽ കാണിക്കാം. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇല്ല നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ടുപോകാനും, മോളതായാലും എൻ്റെതായാലും. അങ്ങനെ അതൊക്കെ കൂടിയിട്ട് കാറിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. കുറേ ദിവസം നിന്നുകൊണ്ട് തന്നെ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മാക്കൊക്കെ പ്രത്യേകിച്ച്. കാരണം മോളേൻ്റെ ഇങ്ങനെ എടുത്ത് നടക്കണതാണ്, ഉമ്മാനെ കിട്ടിയാൽ മതി അവൾക്ക്. ഞാനില്ലെങ്കിലും വലിയ പ്രശ്നമല്ല, ഉമ്മ തന്നെയാണ് എല്ലാതും ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു സങ്കടം. അങ്ങനെ ഞങ്ങൾ നേരെ മാങ്ങോട് പോന്നിട്ട് വണ്ടിയിൽ എണ്ണടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു, വേറെ എവിടേക്കും പോയില്ല കേട്ടോ. അങ്ങനെ നല്ല മഴക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എടുത്ത് മാങ്ങോട് തന്നെയുള്ളൊരിതാ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് അവക്കാഡോ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം എന്നാൽ അത് കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കയറാനിട്ട് അങ്ങനെ കയറിയതാണ്. ഒരാൾ കണ്ടില്ലേ, ഓളമ്മമ്മ കൊടുത്താട്ടോ ഈ ഒരു പേഴ്സ്, ജ്വല്ലറി എന്നൊക്കെ കിട്ടുമല്ലോ, അത് കയ്യിൽ നിന്ന് വിടണേ അല്ല, തരുന്നുമില്ല, ഓള് കയ്യിൽ നിന്ന് വിടണേ അല്ല. അങ്ങനെ ഞങ്ങൾ ഒരു മുട്ട ബജ്ജിയും പിന്നെന്താ മുട്ട പപ്സും 2 അവക്കാഡോ ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ കണ്ടില്ലേ, നല്ല കഴിക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ തൊണ്ടവേദന നല്ല കഫക്കെട്ടും ചുമയൊക്കെ ഇപ്പോൾ വരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരണ വഴിക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ തുള്ളിയിടുന്നുണ്ടായിരുന്നു. കുറച്ച് മറ്റേ കാമ്പ്രം പാലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പെട്ടോ, ബാക്കിലുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാളും അവിടെ റെസ്റ്റ് എടുക്കാട്ടോ. നമുക്ക് ഇനി റെസ്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ, ഇനി ഈ തുണികളും ഈ സാധനങ്ങളെല്ലാതും റെഡിയാക്കി റൂമൊക്കെ ഒന്ന് നീറ്റാക്കി. എനിക്കൊരു മഴ ഇടിയാണെന്നറിയോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ പാടെ തിരക്കായി പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ അലമാരക്കാക്കലും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല മഴ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല ഇടി പൊട്ടി മഴയായിരുന്നു. ഒരു ഇടി കാരണം അജാന ഇടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടപ്പേ പറഞ്ഞിട്ട് നിർത്താതെ പൊട്ടിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയി. അപ്പോൾ പിന്നെ എനിക്ക് ക്ലിയർ ഒന്നും ഉണ്ടാവില്ലല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മോളൊക്കെ സെറ്റപ്പ് ആക്കിയതാ ഇവിടെ ഇരിക്കണ്ടേ. അപ്പോൾ ഹസ്ബൻഡ് നമുക്ക് പുറത്ത് പോവാം, സാധനങ്ങളൊക്കെ കുറച്ച് വീട്ടിലേക്ക് മേടിക്കാണ്ട്, മോൾക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്ന നിപ്പിൽ ഒന്ന് റെഡി ആയിട്ടുള്ളൂ കേട്ടോ. മുടിയൊക്കെ ഒന്ന് വാർന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയിട്ടുള്ളൂ. അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി വന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ. മുട്ടായി വാങ്ങാടുത്തേക്കാണ് കയറിയേക്കാണ് കായ്. വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ളൊരു ഷോപ്പൊക്കെ തന്നെ ഇട്ടാൽ പോകുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞങ്ങൾ ചില ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കയറിയേക്കാണ് കായ്സ്. ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് കൂടിയിരിക്കുന്നു.
കഴിക്കണേ അയ്യോ കടയിൽ ഞങ്ങൾ മറ്റേ മുട്ടായി മേടിക്കാൻ കടയിൽ കയറിയപ്പോൾ അവിടെ നിന്നൊരു കാക്കോൾക്ക് മേടിച്ചു കൊടുക്കാൻ മുട്ടായി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഫുൾ വീഡിയോ ആയിട്ട് ഇനി ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വരണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വളർന്ന് വരുന്ന ഒരു യൂട്യൂബറൊക്കെയാണ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെക്കും ബൈ.